മോദി 3.0 അതിൽ കേന്ദ്രമന്ത്രിയായിട്ട് നമ്മുടെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ രണ്ടുപേരുണ്ട് മലയാളികളെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിഷയം? വിഷയം വേറൊന്നുമില്ല. സംഗതി അങ്ങേര് ജയിച്ചു, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാവുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷം. ഓക്കെ, വിഷയം വേറൊന്നുമില്ല. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രോളുകളും വളരെയധികം സൈബർ അറ്റാക്കും നേരിടുന്ന നടി നിമിഷ സജയൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം നിമിഷ സജയൻ്റെ കേസിൽ കുറച്ച് കാലം മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ്, നിമിഷ സജയൻ തൃശ്ശൂർ എടുക്കും, ഞങ്ങൾ കൊടുക്കില്ല, ഇന്ത്യ കൊടുത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം കുത്തിപ്പൊങ്ങി വന്ന് നിമിഷ സജയൻ്റെ പ്രൊഫൈലിലെ ഫോട്ടോയുടെയൊക്കെ കമൻറ്റ് ബോക്സ് വരെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട രീതിയിൽ അത്രയും എക്സ്ട്രീം ലെവൽ സൈബർ അറ്റാക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. അപ്പോൾ ടൈമിലാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗിൾ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമോ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടാണോ തോന്നുന്നു തിയേറ്ററിൽ വിസിറ്റ് ചെയ്ത സമയത്ത് മീഡിയാസ് ഓടിപ്പോയിട്ട് ഈ കാര്യം ചോദിക്കുന്നതും ഗൂഗിൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിമിഷേനെ എനിക്ക് തോന്നുന്നത് സംഘപരിവാർ അല്ലെങ്കിൽ സംഘ് പ്രൊഫൈലുകൾ ഇതിനു മുമ്പേ ഉന്നമിട്ട് വെച്ചതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാര്യം തൃശ്ശൂർ എടുക്കുമോ എടുക്കില്ലേ അല്ലെങ്കിൽ കൊടുക്കുമോ കൊടുക്കില്ലേ എന്നുള്ള സാധനം, ആ വീഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ കുറച്ച് മുന്നത്തെ വീഡിയോ ക്ലിപ്പാണ്, അത് 4 വർഷം മുമ്പത്തെ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അന്ന് അത് വന്നതിന് ശേഷം നിമിഷേനെ അത്യാവശ്യം ഇവർ സൈബർ സ്പേസിൽ വലിച്ചു കയറിയിട്ടുണ്ട് സംഘ പ്രൊഫൈലുകൾ. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മഹത്തായ ഭാരതീയ അടുക്കള ഇറങ്ങിയ ടൈമിലും അതിൻ്റെ ടുവേർഡ്സ് ക്ലൈമാക്സിങ്ങിനൊക്കെ ഒട്ടുമിക്ക എല്ലാ സംഘിനും ഇളകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒരു സംഗതിയായിരുന്നു. അതും കൂടി വെച്ചിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവരെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അന്നും അതിഭീകരമായിട്ട് സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപി ജയിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്ന പദവിയിലേക്ക് പോകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സൈബർ അറ്റാക്കാണ് ഈ ഒരു നടിക്കെതിരെ സംഘ് പ്രൊഫൈലുകൾ അഴിച്ചു വിടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുണ്ടെങ്കിൽ നിമിഷ സജയന് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം പങ്കുവെച്ചൂടെ, അവരുടേതായിട്ടുള്ള ആശയം പങ്കുവെച്ചൂടെ? അതിലെന്താണ് തെറ്റ്? നടനായ സുരേഷ് ഗോപിക്ക് പൊളിറ്റീഷ്യൻ ആവാമെന്നുണ്ടെങ്കിൽ നടിയായ നിമിഷയ്ക്ക് അവരുടെ രാഷ്ട്രീയം പങ്കുവെക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് അയ്യോ എന്ന് പറഞ്ഞാൽ അവരെ വലിച്ചു കയറാൻ ഇനി ഒന്നുമില്ല. ഇമാതിരി അന്തം വിട്ട ചാണക പ്രൊഫൈലുകൾ എന്ത് കണ്ടായി കളി കളിക്കണമെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അന്ന് നിമിഷ പറഞ്ഞ കാര്യം അതിന്നാണല്ലോ തുടക്കം, ആ തുടക്കം കാണാം. അപ്പോൾ ഞാൻ ഒരു ബോർഡ് വായിച്ചായിരുന്നു, നമ്മൾ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? ഓക്കെ, അത് എന്താ പറയുക, ഡയറക്റ്റ്ലി ടുവേർഡ്സ് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപി ഇതിന് മുമ്പ് 2 പ്രാവശ്യം നിന്ന സമയത്ത് തോറ്റുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയമാണിപ്പോൾ വീണ്ടും തലേൻ്റെ മുകളിൽ വാളായി വന്ന് നിന്ന് അതിഭീകര സൈബർ അറ്റാക്ക്. നമ്മുടെ സൈഡിലൊക്കെ വയ്ക്കാൻ നിമിഷയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നിമിഷ സജയൻ കൊടുക്കും ഷൂഷു തൃശ്ശൂർ കൊടുക്കുമെന്ന്, എൻ്റെ പട്ടി കൊടുക്കും, ഇന്ത്യ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റിക്കറുകളും ട്രോളുകളുമായിട്ട് വലിച്ചു കയറലുകൾ നടക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി ഗൂഗിൾ എന്താണ് ഇതിൽ? കാരണം ഗൂഗിൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി പല കാര്യങ്ങളിലും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ഗൂഗിൾ ഇതിനു മുമ്പും അച്ഛനെതിരെ വന്ന ട്രോളുകളോ അല്ലെങ്കിൽ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ എന്താണ് ഈ വിഷയത്തിൽ പറയണത് നോക്കാം. അതിനെപ്പറ്റി തന്നെ ഒരുപാട് ട്രോൾസ് ഇപ്പൊ ഒരു പ്രമുഖ നടി തന്നെ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താണ്, ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും വർഷമല്ലേ ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പം ഇല്ലായിരുന്നു. ഇപ്പോ ടോണസ് ഇവന്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷെ അതൊന്നും ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്ന് അവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. ഏറ്റവും വലിയൊരു ഓക്കെ, അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അവരെ ഹേർട്ട് ചെയ്യുന്നതിനോട് പ്രത്യേകിച്ച്
താല്പര്യമില്ല, വിഷമം മാത്രമാണുള്ളത്. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ അവർ അത് ആലോചിച്ചില്ല, ഒരേ ഫീൽഡിലുള്ള ആളുകളാണെന്നുള്ളത്. ആക്ച്വലി നിമിഷ അന്നത് ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിമിഷയ്ക്ക് നിമിഷേതായിട്ടുള്ള രാഷ്ട്രീയവും സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടേതായിട്ടുള്ള രാഷ്ട്രീയം, ഇതിൽ രണ്ടുപേരും ഒരേ ഫീൽഡിലാണ് എന്നുള്ളത് മേ ബി കൺസിഡറേഷൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. പക്ഷേ അത് അത്രത്തോളം ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സംസാരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീലായില്ല. അവരവരുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ് നിമിഷം സംസാരിച്ചത്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നടികളായതുകൊണ്ട്, നടിയായി മലയാളത്തിലൊരു പ്രമുഖ നടി ആയതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയം പറഞ്ഞുകൂടാന്നൊന്നുമില്ല. നടന്മാർക്ക് മാത്രമാണ് അവിടെ രാഷ്ട്രീയം പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇതേപോലെ നിൽക്കാൻ പറ്റുന്നു അല്ല. അവിടെ നിമിഷയ്ക്കും നിൽക്കാം, നിമിഷയ്ക്കും നിമിഷയുടെ തോട്ട്സ് പറയാം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ അതിൽ സൈബർ അറ്റാക്കിനോട് എന്താണെങ്കിലും യോജിക്കുന്നില്ല എന്ന് ഗൂഗിൾ അവിടെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും മീഡിയക്കാർക്കിട്ടുള്ള അടിയും കൊട്ടുമായത്. എന്താ പറയുക, ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു, അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട്, അതിൽ കയറി പിടിച്ചിട്ട് അതിന്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ്. പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്ര വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു, അതിൽ നിന്ന് ഒരു 5 കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും, എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും, വലിച്ചു കയറും, ചീത്ത വിളിപ്പിക്കും, കമന്റ്സ് ഇടും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും. പക്ഷെ അന്നേരം ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത്, ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു നട്ടലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും. പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ, അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും. ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് റിയാലിറ്റിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ദാറ്റ്സ് വെരി സിമ്പിൾ തിങ്. ആ ലാസ്റ്റ് ആണ് ഫേക്ക് റിയാലിറ്റിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനൊരു സ്പേസിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നിമിഷ സജീനെ ഭയങ്കരമായിട്ട് ട്രോളുന്നു, അല്ലെങ്കിൽ നിമിഷ സജീനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ജയിച്ചതുകൊണ്ട് നിമിഷയ്ക്കെതിരെ ഇപ്പോൾ ഈ സാധനം വന്നു. തോറ്റിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതേ നിമിഷയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വീണ്ടും സുരേഷ് ഗോപിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അയാളെ എന്ത് ചെയ്യും, മൊത്തത്തിൽ അയാളുടെ ഇമേജ് ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ അയാളെ ടാർഗറ്റ് ചെയ്യും. ഇത് തിരിച്ചും മറിച്ചും സംഭവിക്കും. അതാണ് സോഷ്യൽ മീഡിയ, അതാണ് സോഷ്യൽ മീഡിയയുടെ സ്പേസ്, ഇതാണ് സോഷ്യൽ മീഡിയനകത്ത് നടക്കുന്ന പരിപാടി, അതാണ് സോഷ്യൽ മീഡിയയിലെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങൾ അതിലൂടെ നമ്മൾ പോയേ പറ്റും. ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും നാളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഈ 2 ഫേസിലൂടെയും നമ്മൾ പോകണം. ഒന്നില്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നടക്കും ആ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പൊന്ന് ഇതുകൊണ്ട് ഇങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിൽ നമുക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ അത് ഇന്നോവേറ്റബിളാണ്, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സെലിബ്രിറ്റി അങ്ങനത്തെ പൊളിറ്റീഷ്യൻസ്, സിനിമാക്കാരുടെയൊക്കെ ലൈഫിൽ ഈ സാധനങ്ങളൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതലായിപ്പോയാൽ അവർക്ക് ഉപദ്രവമാവും എന്നുള്ളൊരു കേസ് വേറെ. ഓക്കെ. കാരണം പലർക്കും ഇത് ഭയങ്കര ഉപദ്രവമായിട്ടും ഫീൽ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ആ ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. എനിക്കൊന്ന് കുറേ മീഡിയക്കാരൊന്നും ചെയ്യാറില്ല, പക്ഷെ പല ഐഡൻറ്റിറ്റി ഇല്ലാത്ത പേജുകളുണ്ട്. അവർ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ രാഷ്ട്രീയം എലമെൻ്റ് ഉള്ളത് കൊണ്ട്, അതായത് ഈ രാഷ്ട്രീയം കലർന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി പദവി കിട്ടിയാലും ഇനി ഇല്ലെങ്കിലും സിനിമയിൽ തുടരുമെന്നുള്ളൊരു കാര്യം, സിനിമകൾ ചെയ്യും എന്നുള്ളൊരു കാര്യം. സോ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആ വ്യക്തി ലൈക്ക് എന്താ പറയുക, നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് ഒരു നടൻ എന്നുള്ള രീതിക്കും, പിന്നെ അങ്ങേരുടെ ഒരു പാഷൻ എന്താണെങ്കിലും അഭിനയം എന്നുള്ളത് അങ്ങേർക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങേര് മാറി വരുന്നത്, സെക്കൻഡ് ഫേസ്. പക്ഷെ അങ്ങേര് ആ ഒരു സാധനം ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് അങ്ങേര് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിമിഷയും കൺസിഡർ ചെയ്തൂടെ? ഇപ്പം ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ 2 വശവും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും പറയുന്നില്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയാലും അല്ലെങ്കിൽ ഇനി ഇങ്ങനെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇനി സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞു കാണുന്നില്ല. പക്ഷെ നിമിഷ സജീനോട് കൃത്യമായി പോയിട്ട് നിങ്ങളൊരു നടി ആയതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞുകൂടാ, നിങ്ങൾ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു ത്രെട്ടനിങ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? അതാണ് ഏറ്റവും വലിയ ചോദ്യം.